നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോസിൽ എന്ന കമ്പനിയുടെ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ചാണ്. അതായത് ഒരു ആൻഡ്രോയിഡ് വിയർ OS വർക്ക് ചെയ്യുന്ന ഒരു വാച്ചിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വാച്ച്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു വിസിബിളായിട്ടുള്ള ബോക്സിലായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്. അതുപോലെ പ്രോഡക്റ്റിൻ്റെ ബോക്സിൻ്റെ വശങ്ങളിലായിട്ട് അതിൻ്റെ വിയർ OS ബൈ ഗൂഗിൾ എന്നും അതുപോലെ ബ്രാൻഡ് നെയിമും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നമുക്കറിയാം, വിയർ OS ബൈ ഗൂഗിൾ എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ തന്നെ വിയറബിൾ ഡിവൈസിലത്തേക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമുക്കറിയാം, പല വാച്ചുകളും അതുപോലെ ഡിവൈസുകളും വിയർ OSൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ബോക്സിനകത്ത് നമുക്ക് വാച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ വാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസ് സൈസ് വരുന്നത് 44 mm ആണ്. അതുപോലെ ഇതിൻ്റെ ബാൻഡ് സൈസ് വരുന്നത് 22 mm ആണ്. അപ്പോൾ നമുക്ക് ഫോസിലിൽ തന്നെ എല്ലാ 22 mm സ്ട്രാപ്പുകളും നമുക്കിതിനകത്ത് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ സ്ട്രാപ്പ് മെറ്റീരിയൽ വരുന്നത് സിലിക്കണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 1.28 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഫോസിലിൻ്റെ ജനറേഷൻ 5 സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ തന്നെ ഒരു 3-4 വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡലിൻ്റെ വ്യത്യാസമാണ്. മോഡലിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്കിതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് മെറ്റാലിക് ഫിനിഷ്, അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് നമുക്കിതിൻ്റെ മോഡലുകൾ വരുന്നത്. ഇനി നമുക്ക് ചാർജർ നോക്കുകയാണെങ്കിൽ ചാർജർ മാഗ്നറ്റിക് ചാർജറാണ്. 2 പിന്നാണ് അതിനകത്ത് വരുന്നത്, മാഗ്നറ്റിക് ആണ്. അതുപോലെ ഇതിനകത്ത് ചാർജിങ് അഡാപ്റ്റർ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളേതെങ്കിലും മൊബൈലിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ചാർജറിൻ്റെ അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മതി, അത് അട്രാക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫിക്സ് ആയിക്കോളും. അപ്പോൾ അതിനകത്ത് ചാർജിങ് നമുക്ക് വലിയ പ്രശ്നമില്ല. അതുപോലെ ഇവിടെയാണ് അതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ് നമ്മൾ ഒരെണ്ണം വാങ്ങി ഒട്ടിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ഡെമോ മാത്രമാണ്. ഇതിൻ്റെ ബോക്സിനകത്ത് ബാക്കിയുള്ള നോക്കി കഴിഞ്ഞാൽ ക്വിക്ക് സെറ്റപ്പ് ഗൈഡാണ്. അപ്പോൾ അതിനകത്താണ് നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് പെയർ ചെയ്യാന്നുള്ളതും അതുപോലെ ഒരു വാറണ്ടി ബുക്കുമാണുള്ളത്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ട് നമുക്ക് ചാർജർ കണക്ട് ചെയ്താലേ നമുക്ക് ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആവും. നമ്മൾ പ്രത്യേകിച്ച് ബട്ടണൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫസ്റ്റ് ടൈം സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ടൈം എടുക്കും. അതൊന്ന് ലോഡായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്കറിയാം, ഇത് ആൻഡ്രോയിഡിൻ്റെ വിയർ OS ആണ്. അതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്നത് 1 GB റാമും അതുപോലെ 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് Qualcomm Snapdragon Wear 3100 എന്ന് പറഞ്ഞ പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 1 GB റാം 8 GB സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ ബാക്കി സെറ്റപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിപ്പോൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് ജസ്റ്റ് ടാപ്പ് ടു ബിഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യണം. നമുക്കിതിനകത്തുള്ള മെയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ സ്ക്രോളബിൾ ബട്ടണാണ്. അതായത് നമുക്കിപ്പോൾ അത് പ്രസ് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് എല്ലാം സ്ക്രോൾ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഫോണിലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വിയർ OS എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പം ഓൾറെഡി ഇതിന് മുമ്പ് ഒരു വാച്ച് ഇതിനകത്ത് പെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾഡാണ്. ഞാൻ അതുകൊണ്ട് സെർച്ച് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് എടുക്കുകയാണ്. ജസ്റ്റ് വിയർ OS ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ നമ്മൾ മുകളിൽ ഫോസിൽ സ്പോട്ട് എന്നിട്ടിരിക്കുന്നില്ലേ, അവിടെ ആഡ് എ ന്യൂ വാച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി ഒരു വാച്ച് ഇതിനകത്ത് ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആഡ് എ ന്യൂ വാച്ച് എന്നുള്ള ഓപ്ഷനേ വരുള്ളൂ. അത് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കണക്ട് ടു യുവർ വാച്ച് എന്ന് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാച്ച് ബ്ലൂടൂത്തിൽ അതിൻ്റെ നെയിം നമുക്കിതിൽ വിസിബിൾ ആയിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണക്റ്റിംഗ് ടു വാച്ചിൻ്റെ മോഡൽ ഏതാണോ അതെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കും. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വാച്ചിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരും, ബ്ലൂടൂത്ത് പെയറിംഗ് റിക്വസ്റ്റ്. അപ്പോൾ അതിൻ്റെ സെയിം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വാച്ച് ഫോണുമായിട്ട്
അതിൻ്റെ സെറ്റപ്പ് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റിന് ശേഷം ഇതുപോലത്തെ ഒരു സ്ക്രീനായിരിക്കും നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ഏത് മെയിൽ ഐ ഡി ആണോ നമ്മൾ വാച്ചിലേക്ക് കോപ്പി ചെയ്യാൻ പോകുന്നത് ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് വരുന്നത് കോപ്പി ടു യുവർ വാച്ച് എന്നുള്ള ഒരു സ്ക്രീനായിരിക്കും വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കോപ്പി എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോൺ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്ക്രീനായിരിക്കും വരുന്നത്. ജസ്റ്റ് അതിലേക്ക് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ കോപ്പി ടു യുവർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ജസ്റ്റ് നമ്മളിനി ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. അതിനിടയ്ക്ക് ഒരു ലൊക്കേഷൻ നോട്ടീസ് വരും, അത് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ്സിന് ശേഷം ഇതിൻ്റെ സെറ്റപ്പ് ഓൾ ഈസ് ഡൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. നമ്മൾ വാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആഫ്റ്റർ ഇനി ഫോണിലാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സ് എന്ന് പറയും. നമ്മൾ ജസ്റ്റ് ഫോണിലത് ഡൺ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സെറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വാച്ചിൻ്റെ ഡിസ്പ്ലേയിൽ യു ആർ ഓൾ സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഒരു മെസ്സേജ് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ വാച്ചിലെ സെറ്റിങ്സും അല്ലെങ്കിൽ അതിൻ്റെ ബട്ടൺസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് ഫസ്റ്റ് അതിലേക്ക് വരുന്നത്. നമുക്ക് വാച്ചിൻ്റെ 4 വശങ്ങളിലും ഒരു 4 കളർ ബാൻഡ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ഓരോ കളർ ബാൻഡിലേക്കും സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ആ സ്വൈപ്പിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് നമ്മളെ വാച്ചിൽ വരുന്നതെന്നുള്ളതാണ് നമ്മളാദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അതുപോലെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആക്സസ് ആപ്ലിക്കേഷൻസ്, നമുക്ക് താഴേക്ക് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ, അതുപോലെ അപ്പ് സ്പേസ് ചെയ്യണമെങ്കിൽ സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ്, ഇത്രയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ സെൻറ്റർ ബട്ടൺ ഉണ്ട്, വാച്ചിൻ്റെ സെൻറ്റർ ബട്ടൺ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻസ് അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹോം സ്ക്രീനിൽ ഹോം ഡിസ്പ്ലേയിൽ നമ്മൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാച്ച് ഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനുള്ള സെറ്റിങ്സ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വാച്ച് നമുക്ക് യൂസ് ചെയ്യാനുള്ള മോഡിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസിനകത്ത് കയറിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, ആഡ് ചെയ്യും, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ചെയ്യാം. അതുപോലെ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് 1 GB റാം, 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉണ്ട്. അതുപോലെ ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ കിട്ടും. അതായത് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് വാച്ചിലും അത് കാണാൻ പറ്റും. പിന്നെ കോള് നമുക്ക് ഇതിൽ നിന്ന് കോള് വിളിക്കാം, പക്ഷേ ഇതിനകത്ത് സിം ഇടാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും കോൾ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് ഡയൽ ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇതിനകത്ത് സ്പീക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് വാച്ചിൽ കോൾ എടുക്കാനും കഴിയും. അതായത് നമുക്കൊരു കോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് വാച്ചിൽ വേണമെങ്കിൽ സംസാരിക്കാം, അതുപോലെ വാച്ചിൽ തന്നെ നമുക്ക് കേൾക്കാനും കഴിയും. അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. അതിന് ഈ ഫോൺ എന്നുള്ളത് പ്രസ് ചെയ്യുക. ഫോൺ എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോദിക്കും എനേബിൾ ഫോൺ കോൾ ഓഡിയോ ഓൺ ദിസ് ഡിവൈസ്. നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് എനേബിൾ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫോൺ ഇതിനകത്ത് കോൾ എടുത്താൽ നമുക്ക് ഫോണിൽ തന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി സംസാരിക്കാം. കോൾ ഹിസ്റ്ററി നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് നമ്പർ ഡയൽ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോർ നമ്മുടെ ഫോണിലൊക്കെ ഉള്ള പോലെ തന്നെ പ്ലേ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമുക്ക് ആപ്സ് ഓൺ യുവർ ഫോൺ എന്നുള്ളൊരു ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ആപ്സ് ഓൺ യുവർ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഇപ്പം വാച്ചിൽ കോമ്പാറ്റബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് ഫോണിൽ നിന്ന് തന്നെ നമ്മുടെ വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കണം. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ഞാൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാച്ചിൽ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. ഇനി ഇതല്ലാതെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് റെക്കമെൻഡഡ് ആപ്സ് ഫോർ യു എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിയറബിൾ ഡിവൈസിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഫോൺ വഴി നെറ്റ് തെത്തർ ചെയ്തും യൂസ് ചെയ്യാം. അതുപോലെ ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട്, അതുപോലെ GPS ഉണ്ട്, NFC ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത്. അതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 4.2 ആണ്. ബ്ലൂടൂത്ത് 5 അല്ല വന്നിരിക്കുന്നത്, 4.2 ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് റെക്കമെൻഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫോണിലുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനും സാധിക്കും. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പോൾ തന്നെ അതിനകത്ത് ബ്ലിങ്ക് ചെയ്ത് വരുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വാച്ച് ഫേസസ് നോക്കാം. ഹോം സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ നമുക്കിതിനകത്ത്
കുറച്ച് വാച്ച് ഫേസസ് കാണാൻ പറ്റും. ഇനി സി മോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രീലോഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് ഇനി വേണമെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് തേർഡ് പാർട്ടി വാച്ച് ഫേസസിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഏത് ഒക്കേഷനാണോ അതിനനുസരിച്ചുള്ള വാച്ച് ഫേസസ് ഇതിനകത്ത് ലോഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് പെട്ടെന്ന് നോക്കി പോകാം. അതുപോലെ ഡിസ്പ്ലേ, വോളിയം, ബ്രൈറ്റ്നസ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതുപോലെ DND സെറ്റിങ്സ്, ആക്സസിബിലിറ്റി, സ്റ്റോറേജ്, അങ്ങനത്തെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ വരുന്ന രീതിക്കുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സെറ്റിങ്സും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ റീസ്റ്റാർട്ട്, സ്വിച്ച് ഓഫ് എല്ലാം നമുക്ക് അതിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഗൂഗിൾ അസിസ്റ്റൻ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? Narendra Modi is the Prime Minister of India. ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ നമ്മളെ വാച്ചിൽ തന്നെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് നല്ല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ നമുക്ക് ഇനി ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്ട്രാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പാടൊന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാപ്പ് റിമൂവ് ചെയ്തിട്ട് വേറെ സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഇതിനകത്ത് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതായത് സ്റ്റെപ്പ് കൗണ്ട്, സ്ലീപ്പ് മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇത് ആൻഡ്രോയിഡിൻ്റെ വോയിസിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് വിയർ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ചിലപ്പോൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ സ്മാർട്ട് വാച്ചുകളിൽ ആൻഡ്രോയിഡ് വിയർ വോയിസ് അല്ല, അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊപ്പറേറ്ററി വോയിസ് ആയതുകൊണ്ട് അതിന് വില കുറവായിരിക്കും. ഇപ്പോൾ ഇത് ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആയതുകൊണ്ട് ഇതിന് വില അല്പം കൂടുതലായിരിക്കും. ഇതിൻ്റെ 20,000 എബോണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സാധാരണക്കാരന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ഉറപ്പായിട്ടും പരിചയപ്പെടുത്താം. ഒരു 3000 റേഞ്ചിനകത്ത് വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നുള്ളവർ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.